ആത്മഹത്യ പ്രേരിതമായ കാരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം അതിൻ്റെ അടിയിലുണ്ടാവും. അത് ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു 6 A4 എടുത്തിട്ട് 6 പേപ്പർ എടുക്കുക, നമ്മൾ ആ പ്രശ്നങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ആ മനസ്സിലെ വിഷമങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. എൻ്റെ അത് കീറിക്കളി, ആരോടും പറയണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ആത്മീയതയിലും ജ്യോതിഷത്തിലും വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ആത്മാവ്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മഹത്യ ചെയ്ത അങ്ങനെയുള്ള ആത്മാക്കളുണ്ടല്ലോ, അവർക്ക് മോക്ഷം ലഭിക്കുമോ? മോക്ഷം ലഭിക്കില്ല എന്നാണ് പറയുക. അതായത് അതെ, മോക്ഷം ലഭിക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ കാലാകാതെ മരിക്കുക, അതായത് നമ്മളെ സമയം പൂർത്തിയാകാതെ മരിക്കുന്നതിനാണ് ആത്മഹത്യ അറിയുന്നത്. അപ്പോൾ നമ്മളെ സ്വയം തീരുമാനമാണ്. അതിന് ജാതകമോ നമ്മളെ ദൈവമോ ഉത്തരവാദിയല്ല. അപ്പോൾ അയാളത് ചെയ്തു കഴിഞ്ഞാൽ അയാളെ ആത്മാവിന് മോക്ഷം കിട്ടാതെ നിൽക്കും. അപ്പോൾ അത് വലിയൊരു ദുരിതമായി മാറും. അപ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് സംഭവം. പിന്നെ ഇതിന് ചില ആൾക്കാർ 7 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് ബലിയിടുന്നുണ്ട്. ശരിക്കും ഇതിന് 41 ദിവസം കഴിഞ്ഞിട്ട് പട്ടബലി എന്ന് പറഞ്ഞ ബലിയുണ്ട്. അത് ഇവിടെയല്ല, ഹിമാലയത്തിൽ പോയിട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് എൻ്റെ ഒരു ഗുരുനാഥനിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ്. നമ്മൾ ആത്മഹത്യ ചെയ്ത പ്രയത്നത്തിന് വേണ്ടിയിട്ട് പട്ടബലി എന്ന് പറഞ്ഞ ബലിയുണ്ട്. ആ ബലി 41 ദിവസം, അതായത് 41 ദിനാണിത് ചെയ്യുക. അത് ഹിമാലയത്തിൽ പോയിട്ട് ചെയ്യുകയും വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് വേറെ സൊല്യൂഷൻ ഉണ്ട്. അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ദുരിതമാണല്ലോ. അപ്പോൾ ആ ദുരിതം തീർക്കാൻ ഈ മേഡം കേട്ടിട്ടുണ്ടാവും, ക്ഷേത്രങ്ങളൊക്കെ ഭാഗവത സപ്താഹം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേർഷൻ നമ്മൾ അത് വായിക്കുന്ന ആളെ കൊണ്ടുവന്നിട്ട് ഒരു 7 ദിവസം വീട്ടിലതിന് മൂലമന്ത്രം ഒന്ന് വായിപ്പിക്കുക ഭാഗവതത്തിൽ. അത് വളരെയേറെ നല്ലതാണ്. ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിയാൻ വളരെ നല്ലതാണ്. അതുപോലെ ഇതുപോലെ ആത്മഹത്യക്ക് നമുക്കൊരു തോന്നൽ വരുമല്ലോ, നമ്മുടെ സ്വന്തം ജീവൻ തന്നെയാണല്ലോ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓവർകം ചെയ്യാന്നുള്ളത്, ഞാനതിനൊരു ചെറിയൊരു കഥ പറയാം. നമ്മൾ അറിയുന്നൊരു നാട്ടുപ്രമാണി ഉണ്ടായിരുന്നു. അയാൾ ജനങ്ങൾക്കൊക്കെ വലിയ ഒരു ഉപകാരം ചെയ്യുന്ന ആളാണ്. നല്ലൊരു പൊതുപ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം പലരോടും പറയുന്നൊരു വാക്കുണ്ട്, ആത്മഹത്യ ചെയ്താൽ അല്ലെ ചെയ്യാൻ തോന്നിയാൽ, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ തോന്നിയാൽ 2 ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും എന്ന് ഇയാൾ എല്ലാവർക്കും ഒരു ടിപ്പ് കൊടുക്കായിരുന്നു. അപ്പോൾ പലരും ആ ടിപ്പിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ രസം എന്താ വെച്ചാൽ, ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത്. ടിപ്പ് കൊടുത്ത ആൾ. അതൊരു വല്ലാത്തൊരു വിഷയമാണ്. അപ്പം നമ്മളൊരു വിഷയച്ച മാനസിക സംഘർഷമാണ്. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നുന്ന വേളയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കേട്ടൊരു അറിവിൽ പറയാൻ, ആ ഒരു പകുതിയാവുന്ന സമയത്ത് സൊല്യൂഷൻ വരത്രേ. അതായത് നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രാണവേദന എടുത്തിട്ട് പിടിയല്ലോ, അപ്പോൾ സൊല്യൂഷൻ വന്നിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നാണ് പറയുന്നത്. അതാണ് പോകുന്ന സമയത്ത്. അപ്പോൾ ഓരോ സെക്കൻഡിൽ വരുന്ന സംഗതികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ചെറിയൊരു ടിപ്പ് അതിനൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം അത് വലിയ വിജയമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അറിവിൽ പറഞ്ഞു കൊടുത്താണ്. അത് ചിലപ്പോൾ ചില രഹസ്യങ്ങൾ നമ്മളെ മനസ്സിൽ അടക്കി പിടിക്കാനാവാത്ത കാര്യങ്ങളുണ്ടാവും, മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാത്ത വിഷമങ്ങൾ. അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഒരു ഉപാധി എന്ന് പറയുന്നത്, ഒരു 6 A4 എടുത്തിട്ട് 6 പേപ്പർ എടുക്കുക, നമ്മൾ ആ പ്രശ്നങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ആ മനസ്സിലെ വിഷമങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും. എൻ്റെ അത് കീറിക്കളി, ആരോടും പറയണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളത് ഒരു എന്താ പറയുക, പ്രായോഗികമല്ല, എന്നാലും ഞാൻ പറയാമെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ ജ്യോതിഷവശാൽ നോക്കിക്കഴിഞ്ഞാൽ മുൻജന്മ കർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, മുൻജന്മ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മം മുറിഞ്ഞു പോകുക എന്നാണ് പറയുക. കാരണം ഈ ആത്മഹത്യ ചെയ്ത ഈ ആത്മാവിന് വീണ്ടും ഇവിടെ തന്നെ ജനിക്കേണ്ടി വരുന്നു. അത് വലിയൊരു വിഷയമാണ്. ഇതേ കഥ തന്നെയാണ് ഇയാൾക്ക് കിട്ടുന്നത്. പൂർവ്വജന്മല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴുള്ള ജന്മത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതൊക്കെ ഇയാളെ പിന്തുടർന്ന് ഇയാൾക്ക് മോശം കിട്ടിയാൽ ഉടനെ ഇയാൾ അനുഭവിക്കേണ്ടി വരും.
അത് ശരി. അതാണ് അതിൻ്റെ വിഷയം. അപ്പം നമ്മളെന്താ വെച്ചാൽ അത് ഒളിച്ചോടലൊരു പരിഹാരമല്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം അനുഭവിച്ച് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യണം, അതിനെ റിക്കവർ ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. അതായത് മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പാട്. അതെ, ധീരത അതാണ്. അതാണ്. അതായത് ഓരോ മാനസിക സംഘർഷങ്ങളാണല്ലോ, മനസ്സിനെ വിഷമങ്ങളിലേക്ക് നിന്നും നമ്മൾ മുക്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഏറ്റവും വലിയ സംഭവമാണ് ദൈവികത എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക, പിന്നെ അതേമാതിരി തന്നെ നമ്മളെ എന്താണ് നമുക്കുള്ള വിഷയത്തിന് എന്തെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ, ഒരു സുഹൃത്ത്, അതൊക്കെ ഇതിന് പരിഹാരമാണ്. ശരിക്കും ഈ ആത്മഹത്യ ചെയ്തുള്ള വിഷയത്തിൽ പലർക്കും നല്ലൊരു സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ് ഏക ഒരു പോരായ്മ. നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതാണ് ഒരു കാരണം. ഷെയർ ചെയ്യുക, നമ്മളെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ നമുക്ക് സമാധാനം തരും. പോട്ടടാ, സാരില്ല, നീ വിഷമിക്കേണ്ട, എല്ലാം റെഡിയാവും എന്നൊരു വാക്ക് കേട്ടാൽ ആരും ആത്മഹത്യ ചെയ്യില്ല. അത് പറഞ്ഞു കൊടുക്കാനും നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് വേണം. അല്ലാതെ അവൻ മരിക്കുകയാണ് എനിക്കെന്താന്നുള്ളത് ആ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. എൻ്റെ ഒരു സംശയം, പൊട്ട സംശയമാണോ എന്ന് അറിയത്തില്ല. ഈ നമ്മൾ ഈ ഇതിൽ നോക്കുമ്പോൾ, ജാതകം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇയാൾ ചിലപ്പോൾ ഭാവിയിൽ അയാൾ അതുപോലെ സ്വയം ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ളൊരു സാധ്യത. അല്ല, ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഒരാളെ ജാതകത്തിൽ അയാൾ 70 വയസ്സ് വരെ നല്ല ആയുസ് വരെ ജീവിക്കുന്ന ഒരാൾ 45 വയസ്സിൽ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജാതകമായിട്ടൊരു കണക്റ്റഡ് അല്ല, അത് ദൈവികമായിട്ടൊരു ബന്ധമില്ല. ഇത് ഇയാളൊരു തോന്നലാണ്, സിറ്റുവേഷനിൽ ഇയാൾ തോറ്റുപോവാണ്. അല്ല, അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു മുൻകരുതൽ എടുക്കാം. അല്ല, അതുകൊണ്ട് ജാതകമായിട്ട് ഇതിൽ നമ്മൾ ജോയിൻറ്റേ ചെയ്യേണ്ട. ജാതകത്തിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള യോഗം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആത്മഹത്യ പ്രേരിതമായ കാരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം അതിൻ്റെ അടിയിലുണ്ടാവും. അത് ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്കതിൽ മുന്നോട്ട് പോകും. ഇതിപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരാളുടെ ജീവിതത്തിൽ. ഇപ്പം മരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അല്ലേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ലൈഫിൽ ഓരോ ടാസ്കുകളാണ്, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ റിക്കവർ ചെയ്യാം. അതിനെ അതിജീവിച്ച് പോകുമ്പോഴാണ് നമുക്ക് ശക്തിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്, ഇവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ നമ്മളത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ദൈവം എന്തിനാണ് നമ്മൾ പരീക്ഷിക്കുന്നത്? അല്ല, ദൈവം പരീക്ഷിക്കുന്നത് നമ്മളെ ശക്തിമാനാക്കുക. പലരും ചോദിക്കും, ദൈവത്തിന് പിന്നെ അതല്ലേ പണി? അല്ല, അങ്ങനെയല്ല. ദൈവത്തിന് പണി എന്ന് പറയുന്നതല്ല പറയുന്നത്, നമ്മൾ ദൈവം എന്ന് പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ പറയല്ലോ, നമ്മൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ശക്തമായിട്ട് വരണമെങ്കിൽ നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ അതിജീവിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിന് വേറൊരു ഉത്തരമുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഭഗവാനായിട്ട് വിശ്വസിക്കുന്ന ശ്രീരാമ ഭഗവാൻ 14 വർഷം കാട്ടിപ്പോയിട്ടുണ്ട്. അതെ, ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കാട്ടിപ്പോയ സ്ഥിതിക്ക് നമ്മളെ സ്ഥിതി എന്താ? അപ്പോൾ ദൈവങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശിവഭഗവാനും കഷ്ടതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കും കഷ്ടത വരുന്നത്. അപ്പോൾ ആ ദൈവങ്ങൾക്ക് ഈ വിഷമം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതും വായിക്കുന്നതും പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ അതിനെ അതിജീവിക്കണം എന്നാണ് പറയുന്നത്. പാഠമായിരിക്കണം. അതാണ് അതിൻ്റെ സത്യം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.